നമ്മുടെ പപ്പൻ ബ്രോയുടെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം ഊബർ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ്. കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് ജിസ്മോൻ പറയാനുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂബറിലേക്ക് ആരും ഇറങ്ങരുത്. നിങ്ങളിപ്പോൾ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതാവുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഏതൊരു വർക്കിന് പോയാലും രാവിലെ വർക്കിന് ഇറങ്ങിയാൽ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ആ കൂലി കിട്ടും. അത് ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ സമയം പോകാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങൽ മാത്രമാവും, അല്ലാതെ ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. ചിലവരുടെ ചോദ്യം ഉണ്ടാവും, നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ഫീൽഡിലേക്ക് നിക്കണേന്ന്. ഇതില് പെട്ടുപോയത് കൊണ്ടാണ് എല്ലാവരും ഇതിൽ പിടിച്ചത്. നമ്മ വണ്ടിയല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സികൾ ഇഷ്ടംപോലെ കൂടി. അപ്പൊ ഈ ടാക്സികൾ ഒരുപാട് കൂടിയതുകൊണ്ട് ഈ വണ്ടി വിറ്റഴിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ സിബിലും കാര്യങ്ങളും എല്ലാം അതിന് വണ്ടി വിൽക്കുമ്പോ വണ്ടിയുടെ ഫുൾ ബാധ്യത തീർത്തിട്ട് വേണം വണ്ടി കൊടുക്കണമെങ്കിൽ. പക്ഷെ അങ്ങനെ തീർക്കാൻ പറ്റാതെ ലോൺ നിർത്തിക്കൊണ്ട് കൊടുക്കുമ്പോ സിവിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആരും ഇതിന് മുതിരാറില്ല. ലോക്കായി പോയ ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ. അതെ. അപ്പൊ മച്ചാമാരെ, നമ്മ രണ്ടാമത്തെ ഒരാളുടെ എക്സ്പീരിയൻസും കൂടി എടുത്തിരിക്കണേണ്ട. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഊബർ ഓടിയിട്ട് മെച്ചമുണ്ടാന്ന്. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും പറയണം, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഓടുന്ന ഒരാളാണ്. സ്ഥിരം ഓടാനുള്ള ആൾക്കാരൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സ്ഥിരമായിട്ടുള്ള ആൾക്കാരെ ഈ ട്രിപ്പിൽ എനിക്ക് കിട്ടിയിരിക്കണേണ്. പിന്നെ നമുക്ക് അടുത്ത ആളുടെ എക്സ്പീരിയൻസിലേക്ക് പോകാം.